തമിഴ് രാഷ്ട്രീയത്തിൽ പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന ദ്രാവിഡ രാഷ്ട്രീയ സമവാക്യങ്ങളെ പൊളിച്ചെഴുതിക്കൊണ്ട് തമിഴക വെട്രിക്കഴകം അധ്യക്ഷൻ ജോസഫ് വിജയ് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ചെന്നൈയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന ഗംഭീരമായ ചടങ്ങിൽ ആയിരക്കണക്കിന് ആരാധകരെയും പ്രമുഖരെയും സാക്ഷിയാക്കിയാണ് വിജയ് ഭരണസാരഥ്യം ഏറ്റെടുത്തത്. സിനിമയിലെ വെള്ളിത്തിരയിൽ നിന്ന് രാഷ്ട്രീയത്തിന്റെ പോർക്കളത്തിലേക്ക് ചുവടുവെച്ച വിജയുടെ ഈ വിജയം 1967 ശേഷം DMK AIADMK ഇതര കക്ഷികളിൽ നിന്നുള്ള ഒരാൾ മുഖ്യമന്ത്രിയാകുന്നു എന്ന ചരിത്രപരമായ പ്രത്യേകത കൂടി ഇതിനുണ്ട്. സത്യപ്രതിജ്ഞാ ചടങ്ങിലെ ഏറ്റവും വലിയ ചർച്ചാവിഷയം തമിഴകത്തിന്റെ പ്രിയതാരം തൃഷ കൃഷ്ണന്റെ സാന്നിധ്യമായിരുന്നു. ചടങ്ങിന് തൊട്ടുമുൻപ് തന്റെ വസതിയിൽ നിന്ന് പുറപ്പെട്ട തൃഷ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് നൽകിയ മറുപടി ഇതിനോടകം വൈറലായി കഴിഞ്ഞു. തമിഴ്നാടിന് ഇതൊരു വലിയ ദിവസമാണല്ലോ എന്ന ചോദ്യത്തിന് താങ്ക് യു, ലുക്കിംഗ് ഫോർവേഡ് എന്ന 4 വാക്കുകളിലായിരുന്നു താരത്തിന്റെ പ്രതികരണം. അമ്മ ഉമാകൃഷ്ണനൊപ്പമാണ് തൃഷ ചടങ്ങിനെത്തിയത്. നീല സിൽക്ക് സാരിയും ബീജ് നിറത്തിലുള്ള എംബ്രോയിഡറി ചെയ്ത ബ്ലൗസുമായിരുന്നു വേഷം. ഡയമണ്ട് റൂബി ചോക്കറും മുല്ലപ്പൂ ചൂടിയ മുടിയും തൃഷയുടെ ലുക്കിന് തിളക്കമേകി. സ്റ്റേഡിയത്തിൽ കനത്ത സുരക്ഷയിൽ വിജയ്ക്കൊപ്പം തൃഷ എത്തിയപ്പോൾ അണികൾ ആവേശത്തോടെയാണ് അവരെ സ്വീകരിച്ചത്. വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ തൃഷ മത്സരിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. മെയ് 4-ന് തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ വിജയുടെ ചരിത്രപരമായ വിജയത്തിനൊപ്പം ആരാധകർ ആഘോഷിച്ചത് തൃഷയുടെ പിറന്നാൾ കൂടിയായിരുന്നു. തിരഞ്ഞെടുപ്പ് ദിവസം വോട്ട് രേഖപ്പെടുത്തിയ ശേഷം തൃഷ പങ്കുവച്ച ചിത്രവും അതിനൊപ്പം ചേർത്ത ഗില്ലി സിനിമയിലെ അർജുനർ വില്ല് എന്ന ഗാനവും ഇരുവരും തമ്മിലുള്ള അടുപ്പത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ വർദ്ധിപ്പിച്ചിരുന്നു. വിജയുടെ വ്യക്തിജീവിതത്തിലെ മാറ്റങ്ങളും തൃഷയുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ഗോസിപ്പുകളും സോഷ്യൽ മീഡിയയിൽ സജീവമാണെങ്കിലും ഇരുവരും ഇതിനോട് പ്രതികരിച്ചിട്ടില്ല. എന്നിരുന്നാലും സത്യപ്രതിജ്ഞാ ചടങ്ങിലെ തൃഷയുടെ സജീവ സാന്നിധ്യം ആരാധകർക്കിടയിൽ വലിയ ചർച്ചകൾക്കാണ് വഴിമരുന്നിട്ടിരിക്കുന്നത്. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിച്ച TVK വലിയ നേട്ടമാണ് കൈവരിച്ചത്. 234 അംഗ നിയമസഭയിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി വിജയുടെ പാർട്ടി മാറി. കേവല ഭൂരിപക്ഷത്തിന് തൊട്ടരികിലെത്തിയെങ്കിലും 4 ദിവസം നീണ്ടുനിന്ന രാഷ്ട്രീയ നാടകങ്ങൾക്കൊടുവിലാണ് സർക്കാർ രൂപീകരണം സാധ്യമായത്. MGRനും ജയലളിതയ്ക്കും ശേഷം സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലെത്തി തമിഴ്നാട് ഭരിക്കുന്ന ഏറ്റവും വലിയ ജനകീയ നേതാവായി വിജയ് ഇതോടെ മാറി. ചടങ്ങിലെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാട്ടുതീ പോലെയാണ് പടരുന്നത്. തൃഷ അതിഥികളെ അഭിവാദ്യം ചെയ്യുന്നതും വിജയ്ക്കൊപ്പം വേദിയിലേക്ക് നീങ്ങുന്നതുമായ വീഡിയോകൾ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു. വിജയുടെ സിനിമാ കരിയറിലെ ഏറ്റവും മികച്ച ജോഡിയായ തൃഷ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ നേട്ടത്തിലും കൂടെയുണ്ടെന്നത് ആരാധകർക്കൊരു ഫുൾ സർക്കിൾ നിമിഷമായി മാറി. തമിഴ്നാടിന്റെ രാഷ്ട്രീയ ഭൂപടം മാറ്റിമറിച്ച ഈ സ്ഥാനാരോഹണം വലിയ പ്രതീക്ഷകളാണ് നൽകുന്നത്. ദ്രാവിഡ രാഷ്ട്രീയത്തിന് ബദലായി ഒരു പുതിയ വികസന രാഷ്ട്രീയമാണോ അതോ സിനിമാ താരങ്ങളുടെ ജനപ്രീതിയിൽ അധിഷ്ഠിതമായ ഭരണമാണോ വിജയ് കാഴ്ചവെക്കുക എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്.